ഞാൻ നുണച്ചിയാണ് കള്ളിയാണ് ഇവർക്ക് നാണമില്ല ദാരിദ്ര്യം പറഞ്ഞ് ജീവിക്കാൻ ഇവളെ കുഞ്ഞുങ്ങളെ കാണിച്ചാണ് ജീവിക്കുന്നത് കാശുണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ ട്രേസിയ മഞ്ഞുത എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടീം തിരുവനന്തപുരമുള്ള കുറച്ച് ആൾക്കാർ കമന്റ് ഇട്ടായിരുന്നു നീ നുണച്ചി ആയിട്ട് നിന്റെ അമ്മയ്ക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ സുതിമോളിലെ എല്ലാവരും ചിരിപ്പിക്കുന്ന സുതിമോളുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് കരയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണല്ലേ. എന്താ പറയുക, പല ഇതും ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് സുതിമോളെക്കുറിച്ച്. ഇപ്പോൾ മഴവിൽ കേരള എന്ന് പറഞ്ഞ ഇതിൽ കുറച്ച് കാര്യങ്ങൾ സുതിമോൾ പറയുന്നുണ്ട്. ഇപ്പോഴും സുതിമോളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ എന്താ ചോദിച്ചാൽ എന്തിനും നെഗറ്റീവ് കമൻസ് പറയുന്ന, മക്കളെ വിറ്റ് ജീവിക്കുന്നു, അല്ലെങ്കിൽ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, നിങ്ങൾ എന്താണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് എന്തിനും കുറ്റം പറയുന്ന കുറച്ച് പേര് സുതിമോൾക്കുണ്ട്. നമ്മളിപ്പോൾ എന്ത് ഉയർച്ചയിലായാലും നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു ഉയർച്ചയിൽ വന്നു കഴിഞ്ഞാലും അതിന് വേണ്ടിയിട്ടും നെഗറ്റീവ് മാത്രം പറയുന്ന കുറേ ആളുകളുണ്ട് ഇല്ലേ. എന്തിനെങ്ങനെ ഒരാളെ വേദനിപ്പിക്കുന്നത്. ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം മറ്റുള്ളവർ വേദനിപ്പിച്ചിട്ട് എന്ത് സുഖമാണ് കിട്ടുന്നത്. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയാം, പക്ഷേ കുത്തി നോവിക്കുന്ന രീതിയിൽ നീ അങ്ങനെയല്ലടി, നീ ഇങ്ങനെയല്ലടി, അവരെ വിറ്റിട്ടല്ലടി ജീവിക്കുന്നു, ഇവരെ വിറ്റിട്ടല്ലടി ജീവിക്കുന്നു, ഇങ്ങനെയൊക്കെ കുത്തി നോവിക്കുമ്പോഴുള്ള എന്ത് സുഖമാണ് ഇവർക്കൊക്കെ ലഭിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളുടേത്. എന്ത് മൈൻഡാണ് ഇവർക്ക്. വീട്ടിലൊന്നും ആരും ഇല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വീട്ടിലുള്ളവരെ പോലും ചിന്തിക്കാതെയാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. അല്ല, നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത് തന്നെ വെട്ടും കൊലയും എന്താ പറയുക, അങ്ങനെ ഇങ്ങനെയുള്ളൊക്കെ ഇതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നാട്ടിൽ പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഇല്ലാതിരിക്കുന്നതിൽ അത്ഭുതമൊന്നും തോന്നാനില്ല അല്ലേ. അങ്ങനെയുള്ള അവസ്ഥകളാണ്. അപ്പം എന്തായാലും സുതിമോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഒരു വഴക്കോതും വീട്ടിൽ ഉണ്ടായിരുന്നു. ശരിക്കും എന്തൊക്കെ രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്? കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്ത് പ്രശ്നം വന്നാലും അതൊരു ചിരി എപ്പോഴും ഫേസിൽ ഫിറ്റ് ചെയ്തിട്ടായിരിക്കും എല്ലാ വിഷമങ്ങളും പറയാം അല്ലെ. വീട്ടിലും അങ്ങനെ തന്നെയാണോ? മോനെ അമ്മ അങ്ങനെ തന്നെയാണോ? പിടിച്ചു പറ്റാറാണ്. അപ്പൊ ഞാൻ കരഞ്ഞ വെച്ച് കാണിക്കുമ്പോൾ പിന്നെ എന്റെ അമ്മച്ചി എന്നെ പഠിപ്പിച്ച ഒരു കാര്യം വെച്ചാൽ, എന്റെ അമ്മ ചെറുപ്പത്തിൽ ഞാൻ ഉണ്ടായ അന്ന് എന്റെ മുഖം പോലും കാണാതെ പോയ ഭർത്താവിന് ഒരു കുറ്റവോ കുറവോ ഒന്നും പറയാതെ ചിരിച്ച മുഖത്തോടെ കൂടി നേരിട്ടിട്ടാണ് അമ്മ. അമ്മയുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഇപ്പൊ എനിക്ക് ദേഷ്യയുടെ ഉണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയാം. അല്ലെങ്കിൽ ചേട്ടാടെ അപ്പച്ചിയുടെ മക്കൾ എല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മക്ക് ആരുമില്ല, എൻ്റെ അമ്മച്ചിക്ക് ആരുമില്ലാതെ ഒറ്റയ്ക്ക്, കാരണം അമ്മയുടെ ആൾക്കാരും ഇല്ല. ശരിയാണ്. സുതിമോൾ എന്താ പറയുക, എല്ലാവർക്കും ഒരു റോൾ മോഡൽ തന്നെയാണല്ലോ. എത്രയും പ്രശ്നങ്ങളുടെ ഇതിലും സുതിമോൾക്ക് ചിരിക്കാൻ കഴിയുന്ന ആ ഒരു ഇത് അവർ ആ ആങ്കർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും വിഷമങ്ങൾ ഉണ്ടായിട്ടും ചിരിച്ച് എങ്ങനെ പറയാൻ കഴിയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെത് പറയുന്നത് എൻ്റെ അമ്മയുടേതാണ്. എനിക്ക് ഇവരെല്ലാവരും ഉണ്ട്, പക്ഷേ എൻ്റെ അമ്മ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ആരും സപ്പോർട്ട് ചെയ്യാൻ, ആരും ഇതാവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പുള്ളിക്കാർ ഉപേക്ഷിച്ച് പോയ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒരിതും വരുത്തിയിട്ടില്ല. തെണ്ടി നടക്കുമ്പോൾ പോലും ആ ഒരു കുറ്റവും കുറവുകളും ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കൊക്കെ എന്തെങ്കിലും കുറച്ച് കിട്ടാതാകുമ്പോഴേക്കും നമ്മൾ എന്തെല്ലാം കുറ്റപ്പെടുത്തുന്നു അല്ലേ, നമ്മൾ എന്തെല്ലാം പറയുന്നു. പക്ഷേ ഇവർ നമ്മൾ എന്താ പറയുക, ഇത്രയും ബുദ്ധിമുട്ടായിട്ടും അവർ ആ ചിരിച്ച് ഇതാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ എല്ലാവരും ഓരോരുത്തർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും സുതിമോൾ എന്ന വ്യക്തിയുടെ ഓരോ കാര്യങ്ങൾ, സുതിമോളുടെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, അവരെ റോൾ മോഡൽ ആക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും എല്ലാം ചിരിയിലൂടെ ഒതുക്കുന്ന ആ ഒരു ഇത്. എന്തായാലും സുതിമോൾക്ക് എന്താ പറയുക, വലിയൊരു താങ്ക്സ് ആണ് കൊടുക്കുന്നത്. എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു തന്നെയാണ്. എന്തായാലും സുതിമോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഞാൻ കാരണം ജീവിതം കളഞ്ഞൊരു മനുഷ്യനായിരുന്നു. ചിലപ്പോൾ എന്നെ കെട്ടാതെ അവർ പറഞ്ഞൊരു ബന്ധം കല്യാണം കഴിച്ച് പോയതും ചിലപ്പോൾ ചേട്ടാക്ക് ഭാര്യയുടെ വീട്ടുകാരുണ്ടാവും, ഭാര്യ ഉണ്ടാവും, ചേട്ടാടെ വീട്ടുകാരുണ്ടാവും. ചേട്ടാ ഇങ്ങനെ കഷ്ടപ്പാട് ഒരിക്കലും പറ്റില്ല, അവരുണ്ടാവുമായിരുന്നു. പക്ഷേ അത് തീർത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ കിട്ടിയത് കൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യൻ എല്ലാവരും മുന്നിൽ തലയുയർത്ത് നിൽക്കണം എന്നൊരു അതാ എൻ്റെ ആണ്. ഇപ്പം പൊതുവെ ഉള്ളൊരു കാര്യമാണ് ജാതി, നിറം, പണം. ശരിക്കും പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവും. അങ്ങനെ അതൊരു വലിയൊരു സത്യമാണ്. അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? പൈസയാണ്, അല്ലാതെ നിറം ഗുണമൊന്നും ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിറമൊന്നും അല്ല അവിടെ പ്രശ്നം. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആരുടെ മുന്നിൽ വിലയുണ്ട്. ഇപ്പൊ ഏകദേശം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഒന്നുമില്ലായ്മയിൽ എനിക്ക് അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അന്നൊക്കെ നമ്മളെ പുച്ഛിച്ച് പറഞ്ഞ രസത്തിൽ നമ്മളെ വിളിക്കുന്നു, പറയുന്നു, സംസാരിക്കുന്നു, ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഉള്ളതായിട്ട്. അന്ന് സത്യം പറഞ്ഞാൽ ഒന്നുമില്ലായ്മ എനിക്കുണ്ടായിരുന്നത് രേഷേട്ടയുടെ 3 അപ്പച്ചിമാരുടെ മക്കളും എൻ്റെ അമ്മയും കൂടപ്പുറത്തോളം മാത്രം ഉണ്ടായിരുന്നു. അല്ലാതാരില്ല. ഇപ്പൊ വരുന്നതൊക്കെ വരുന്ന ബന്ധങ്ങളാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. എപ്പോഴെങ്കിലും ഈ അവഗണിച്ചിട്ടുണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സ്വന്തം ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒത്തിരി ഇത് കേട്ടിട്ടുണ്ട്. അവഗണിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം പല കാര്യങ്ങളിലും കൊണ്ടും അത് ഒരുപാട് നേരിട്ട ഒരാളാണ്. ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക എന്റെ മുന്നിൽ. എന്താ ചേച്ചി പറയാനുള്ളത്? ഇഷ്ടംപോലെ അവഗണിച്ച ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഇഷ്ടംപോലെ ഒരു കാര്യമൊന്നുമില്ല. ചിലർ ഒത്തിരി
കരിഞ്ഞൊക്കെ പറഞ്ഞു പോയാൽ അവരൊക്കെ ശരിക്കും നീറും. കാരണം ലോകത്തിന് മുന്നിൽ അവർക്ക് വിലയില്ലാതായിരുന്നു. അവഗണിച്ചിട്ടുണ്ട്, അവർക്കറിയാം. ഞാനിത് പറയുമ്പോൾ തന്നെ അവർക്ക് അപ്പം ഇതാണ് എന്താ പറയുക, സുധിമോളുടെ ഹസ്ബൻഡ് അവരുടെ വീട്ടുകാരന് സമ്മതം ഇല്ലാതെയാണ് സുധിമോളുടെ കല്യാണം കഴിച്ചത്. അവർ എന്താണ് അങ്ങനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണല്ലോ. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് അവരുടെ ഇഷ്ടത്തിനാണ് കല്യാണം കഴിച്ചതെങ്കിൽ അവർ എന്താണ് ചേട്ടൻ എല്ലാവരും ഉണ്ടായേനെ. ഇപ്പം എന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് ചേട്ടൻ്റെ ആൾക്കാർ വെറുത്തു. അവരുടെ ആ വിഷമിക്കുന്ന ആ ഒരു വീഡിയോ ഇതൊക്കെ കണ്ടതാണ്. അവർ ആ ചെളിക്കുണ്ടി കിടക്കുമ്പോഴും ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് തിരിഞ്ഞു നോക്കി അവരെ ഹെൽപ്പ് ചെയ്യുക സഹായിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം സുധിമോൾ പറഞ്ഞതുപോലെ തന്നെ പണം ഇല്ലാത്തവരെ ആർക്കും വേണ്ട. പണം തന്നെയാണ് മെയിൻ. നമുക്ക് എന്താ പറയുക, നമ്മളുടെ കയ്യിൽ പണം ഉണ്ടോ, നമ്മൾ നിറത്തിലോ സൗന്ദര്യത്തിലോ ഒരു ഇതും കാര്യമില്ല. പക്ഷെ പണം ഇല്ലെങ്കിൽ നമ്മൾ എത്ര നിറം ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര സൗന്ദര്യം ഉണ്ടായിട്ടും കാര്യമില്ല, എന്ത് ഇതായിട്ടും കാര്യമില്ല. നമുക്ക് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ പണം വേണം. പണം ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ എന്ത് ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്താണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വിഷമം സങ്കടം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതാകണമെങ്കിലും പണം ഉണ്ടെങ്കിൽ നമ്മുടെ സങ്കടം കാണാനും നമ്മുടെ വിഷമം കാണാനും 100 ആളുകളുണ്ടാവും. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസയില്ലോ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ നമ്മളെ ഒന്ന് കണ്ണീരൊപ്പാനോ ആരും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ നല്ല എന്താണ് കുറച്ച് റിച്ച് ആണ്, നമ്മൾ നല്ല കാശൊക്കെ ഉണ്ടെന്ന് വിചാരിക്കട്ടെ, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. അത് 100% കേട്ടോ. ഇപ്പോൾ ഏതൊരു ഇതിലാണെങ്കിലും നമ്മളെ വാക്കുകൾ കൊണ്ട് എല്ലാവരും പറയും എന്താണ് ഞങ്ങളുണ്ടാവും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ ഒരു ആൾ പോലും 1 രൂപയുടെ സഹായം പോലും ചെയ്യാൻ ഒരു മനുഷ്യരും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണ് എനിക്ക് പറയാനുള്ളത്, എന്ത് ഇതാണെങ്കിലും എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ പണം സമ്പാദിക്കണം. അല്ലാതെ നമ്മൾ കഷ്ടപ്പെടാതെ ഒന്നും വെറുതെ വീട്ടിലിരുന്നാലോ വെറുതെ ഇതായിട്ടിരുന്നാലോ ഒന്നും നടക്കില്ല. ഇപ്പോൾ എന്താണ് സുധിമോളുടെ ഭർത്താവിന് സുധിമോൾ ജോലിക്ക് പോകുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ജോലിക്ക് പോയാൽ എൻ്റെ ഭർത്താവിനും മക്കൾക്കും കുറച്ചുകൂടെ ഇതാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് നല്ലൊരു ഇതിലെത്തി. അതുപോലെ എന്താണ് ബമ്പർ ചിരിയിൽ പോകാൻ സാധിച്ചു. അതിന്നാണ് സുധിമോളുടെ ടേണിങ് പോയിന്റ് എന്ന് തന്നെ പറയാം. അതിന്ന് വെച്ചടി സുധിമോൾക്ക് കയറ്റി വരുന്നത്. അതാണ് എപ്പോഴും ഒരാളെ താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കില്ല. എന്തായാലും എപ്പോഴെങ്കിലും ഒരു പിടിവള്ളി കിട്ടും. എന്താണെങ്കിലും ഒരു എന്താണ് ഇപ്പോൾ എപ്പോഴും കുഴിയിൽ നമ്മൾ ഇടില്ല. എന്ത് തന്നെയാണെങ്കിലും നമുക്കൊരു കാലം വരും. എന്താ പറയുക, ഈ കാലം കടന്നു പോകുമെന്ന് പറയില്ല. അതുപോലെ നമുക്ക് പല എന്താണ് ട്രാജഡികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളതെല്ലാം എന്താണ് ഉൾക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ എന്താണ് എല്ലാം ഇതാക്കിയിട്ട് മുന്നോട്ട് പോവാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മളതെല്ലാം ഇത് അവസാനിച്ചു ഇനി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചടഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു മൂലയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഇരിക്കുകയേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു കയറ്റവും ഉണ്ടാവില്ല. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എന്താണ് സക്സസ് ആവാൻ നോക്കുക. നമ്മളുടെ കഠിന പ്രയത്നം എന്ത് തന്നെയാണെങ്കിലും ഒരിക്കലും അത് സക്സസ് ആവും. അതിന് യാതൊരു സംശയമില്ല. അത് 100% ഉറപ്പാണ്. നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ എന്താണ് കുറച്ച് നാളുകൾ അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം കൊണ്ട് നമ്മൾ സക്സസ് ആവും എന്നല്ല, നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ സക്സസ് ആവും എന്നൊരു ഇതിൽ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ ഇന്നായിരിക്കും, ചിലപ്പോൾ നാളെ ആയിരിക്കും. നമ്മുടെ ഒരു ദിവസം എന്നാണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞായിരിക്കാം. എപ്പോഴാണെങ്കിലും നമുക്കൊരു ഇത് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. എപ്പോഴും നമ്മൾ കുഴി തള്ളിയിടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്ത് തന്നെയാണെങ്കിലും നമുക്കൊരു കയറ്റം ഉണ്ടാകും. അതിൽ ആ ഒരു കയറ്റത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ ആ കയറ്റത്തിൽ എത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് ഓരോ ജീവിത പാഠത്തിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നാണെങ്കിലും പല ആളുകളുടെ ജീവിതത്തിൽ നിന്നാണെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ സുധിമോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ആരാ? ഞാൻ ഇരുന്ന് വായിക്കും. ഇതെല്ലാം വരുന്ന കമന്റ്സ്. ഒരാളെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുധി ചേച്ചി ഞങ്ങളുടെ കമന്റ് ഒക്കെ വായിക്കാവോ എന്നൊരു കമന്റ്. അപ്പോൾ അതിന്റെ മറുപടി ആയിട്ട് ഒരാൾ എന്തെയ്തേക്കുന്നു, സുധി ഒരു കമന്റ് പോലും വിടാതെ വായിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ കണ്ടു എന്നറിയിക്കാൻ ഞാൻ ലൈക്കും കമന്റും ഒക്കെ കൊടുക്കും. ആണ് ശരിക്കും വായിച്ചപ്പോ അതിൽ ഏറ്റവും വിഷമം തോന്നിയ കമന്റ് ഉണ്ടാ? വിഷമം തോന്നിയ കമന്റും സന്തോഷം തോന്നിയ കമന്റ് ഉണ്ടാ? സന്തോഷം തോന്നിയ കമന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, കലാഭവമണി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സുധിമോളെ ചേർത്ത് പിടിക്കുമായിരുന്നു, അവർക്കൊരു ജീവിതം ഉണ്ടാകുമായിരുന്നു, അവർക്കൊരു വീട് പണ്ടേക്ക് ഉണ്ടാകുമായിരുന്നു എന്നൊരു കമന്റ് ഉണ്ട്. ശരിയായിരിക്കണം. ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യം. മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചെറിയ കാര്യമൊന്നുമില്ല അല്ലേ? ഇപ്പം പല വീഡിയോസിൽ നമ്മൾ കാണാറുണ്ട്, എന്നെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആക്ടർ ആണെന്ന് പറയുന്നത്. ആ ഒരു വേർപാട് ഭയങ്കര മനസ്സിലേക്ക് കിടപ്പുണ്ട്. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചിക്ക് ഒരു വീട് ഉണ്ടായാലും. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് ആ മനുഷ്യൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അത് ഒന്നും സന്തോഷം തോന്നിയത്. പിന്നെ പിന്നെ അത് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, എത്ര ഉയർത്തി ചെന്നാലും വന്ന കഷ്ടപ്പാട് പറയുന്ന ഒരാൾ കലാഭവമണിയാണ്, അതിനുശേഷം സുധിമോളാണ്.
ആ കമന്റ് ഒക്കെ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നെ സങ്കടം തോന്നിയേക്കുന്നത് ഞാൻ നുണച്ചിയാണ്, കള്ളിയാണ്, ഇവർക്ക് നാണമില്ല, ദാരിദ്ര്യം പറഞ്ഞ് ജീവിക്കാൻ, ഇവള് കുഞ്ഞുങ്ങളെ കാണിച്ചാണ് ജീവിക്കുന്നത്, കാശുണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത് വിഷമം തോന്നാം. ശരിക്കും ഈ പറയുന്ന ആൾക്കാർക്ക് ശരിക്കും സുധിചേച്ചിയുടെ ലൈഫ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് അല്ലേ രജിച്ചേട്ടാ? അത് ഈ കമന്റ് കാണുമ്പോൾ എന്താ തോന്നുന്നത്? എന്ത് കരാറൊക്കെ ഉണ്ടോ ഈ കമന്റ് ഒക്കെ ഇങ്ങനെയാണ് എന്തിനാ ആൾക്കാരൊക്കെ പറയണെന്നൊക്കെ പറഞ്ഞു എന്തിനാ എല്ലാ ഇമോഷൻസും ചിരിയിലൂടെ കാണിക്കുന്നത് എന്തിനാ? നമ്മൾ ആരെ കരഞ്ഞു കാണിച്ചാൽ ഇപ്പൊ തന്നെ ഞാൻ കരയാതെ തന്നെ പറഞ്ഞ ആൾക്കാരെ അവള് സഹതാപം പിടിച്ചു പറ്റാറാണ്. അപ്പൊ ഞാൻ കരഞ്ഞ വെച്ച് കാണിക്കുമ്പോൾ പിന്നെ എന്റെ അമ്മച്ചി എന്നെ പഠിപ്പിച്ച ഒരു കാര്യം വെച്ചാൽ, എന്റെ അമ്മ ചെറുപ്പത്തിൽ ഞാൻ ഉണ്ടായ അന്ന് എന്റെ മുഖം പോലും കാണാതെ പോയ ഭർത്താവിന് ഒരു കുറ്റവോ കുറവോ ഒന്നും പറയാതെ ചിരിച്ച മുഖത്തോടെ കൂടി നേരിട്ടിട്ടാണ് അമ്മ. അമ്മയുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഇപ്പൊ എനിക്ക് രക്ഷയുടെ ഉണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയാം. അല്ലെങ്കിൽ ചേട്ടാടെ അപ്പച്ചിയുടെ മക്കൾ എല്ലാവരും ഉണ്ടോ? എന്റെ അമ്മക്ക് ആരുമില്ല, എന്റെ അമ്മച്ചിക്ക് ആരുമില്ലാതെ ഒറ്റയ്ക്ക്, കാരണം അമ്മയുടെ ആൾക്കാരില്ല, അച്ഛൻ്റെ ആൾക്കാരും ഇല്ലാതെ ആ കോളനിക്ക് അത് 2 പൊടി കുഞ്ഞുങ്ങളായിട്ട് തെണ്ടി വളർന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ഏകദേശം അങ്ങനെ വളർന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചിരിച്ച മുഖം കണ്ട് വളർന്നുകൊണ്ടായിരിക്കണം എത്ര കഷ്ടപ്പാടിലും അമ്മ ചിരിച്ചുകൊണ്ട് നേരിടുമായിരുന്നു. എന്റെ അമ്മ ഈ ലോകത്തിലൊരു പോരാളിയായിരുന്നു. കാരണം അമ്മച്ചിയെ പോലെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് എന്റെ അമ്മ ആ സിറ്റുവേഷനുകളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് കാണും. ലോകത്തിൽ ഞാൻ അഭിമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അമ്മയുടെ മകളായി ജനിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ വേറൊരു കമന്റ് എന്നെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ ത്രേസ്യം അനിത എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടീം തിരുവനന്തപുരമുള്ള കുറച്ച് ആൾക്കാർ കമന്റ് ഇട്ടായിരുന്നു, നീ നുണച്ചേരരുത്, നിന്റെ അമ്മയ്ക്ക് നീ വെള്ളം കൊടുത്തിട്ടുണ്ടോ. പക്ഷേ എന്റെ അമ്മച്ചിനെ ഞാൻ പൊന്നു വളർന്നു നോക്കിയിട്ടുണ്ട്. അതെനിക്ക് 100% അമ്മ മരിക്കുന്നതും എന്റെ മടി കിടന്നാണ് മരിക്കുന്നത്. സുധിമോൾ പറഞ്ഞതുപോലെ തന്നെ മണിച്ചേട്ടന് കഴിഞ്ഞതിന് ശേഷം എന്താണ് സുധിമോൾ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന വഴി മറക്കാതെ കാര്യങ്ങൾ പറയുന്നത്. മണിയെന്ന് പറയുവാണെങ്കിൽ, കലാമണി എന്ന് പറയുവാണെങ്കിൽ ഒരിക്കലും വന്ന വഴി മറക്കാത്തൊരു വ്യക്തിയായിരുന്നു. ഇത്രയും വലിയ പൊസിഷനിൽ എത്തിയിട്ടും പുള്ളിക്കാരൻ ആ കഴിഞ്ഞിടം മറന്നിട്ടില്ല. ആ ഒരു എപ്പോഴും ഏതൊരു സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും ഏതൊരു ഇതാണെങ്കിലും പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് സുധിമോൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴും പുള്ളിക്കാരി ആ ഒരു കഴിഞ്ഞിടം മറക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ ഒരുപാട് പേര് തളർത്താനുണ്ട്, പല കമൻസുകളിട്ടും പല രീതിയിലും പുള്ളിക്കാർ തളർത്താനുണ്ട്. പക്ഷെ അവിടെയൊന്നും തളരാതെ നെഞ്ചു വിരിച്ച് തന്നെയാണ് സുധിമോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സുധിമോൾക്ക് ഒരു വീട് എന്നൊരു സ്വപ്നം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക സുധിമോൾക്ക് നല്ലൊരു വീട് കിട്ടാൻ വേണ്ടി. എന്തായാലും സുധിമോൾക്ക് അത് സാധിക്കും. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മഴവിൽ മനോരമയിൽ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ എന്താണ് യൂട്യൂബിൽ നിന്നാണെങ്കിലും അത്യാവശ്യം ഇപ്പോൾ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടി അറിയപ്പെടുന്നൊരു ആളായിട്ട് മാറട്ടെ സുധിമോൾ. എന്തായാലും ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നവർ ഒന്ന് ആലോചിക്കുക. സുധിമോളുടെ നല്ല മനസ്സ് കാണുക. ആ അമ്മയെ നോക്കുന്ന ഇത്രയും അച്ഛനും അമ്മയും വെറുപ്പിച്ചിട്ട് പോലും സുധിമോൾ പറയുന്നത് കണ്ടില്ല. അവർക്ക് വയ്യാതിരുന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ഞാൻ അവരെ നോക്കും, സുധിമോളുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനെയും അമ്മനെയും നോക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വെറുപ്പിച്ചിട്ടും ആ നോക്കും എന്നുള്ള പറയാനുള്ള ആ മനസ്സ് അത് കണ്ടുകൂടെ. അപ്പോൾ എത്രമാത്രം സുധിമോളുടെ മനസ്സ് വലുതാണെന്നുള്ളത് ആ ഒരു ഇതൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും സുധിമോളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ അത്രേ പറയാനുള്ളൂ. പുള്ളിക്കാരി നല്ലൊരു ക്യാരക്ടറാണ്, വന്ന വഴി മറക്കാത്ത ആ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീട് എന്നൊരു സ്വപ്നം എത്രയും പെട്ടെന്ന് പുള്ളിക്കാരിക്ക് സാധിക്കട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.